ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം ഇറച്ചി വന്നിട്ടിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും മഞ്ഞളിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കൻ്റെ അത്യാവശ്യം വെള്ളമുള്ളതാണല്ലോ. നല്ലൊന്ന് യോജിപ്പിക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു വിസിൽ 2 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടും. പിന്നെ ഇവിടുത്തെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. എല്ലാവരും മൈദയൊക്കെയാണ് യൂസ് ആക്കാറ്. ഞാൻ ഇവിടെ ഗോതമ്പത്തിൻ്റെ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ട, വെള്ളം നല്ല ലൂസ് ആവണം കേട്ടോ. പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലൊന്ന് മിക്സിയിൽ കറക്കി എടുക്കുക. കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതേപോലെ ഒന്ന് ഉടച്ചെടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ദോശ ഉണ്ടാക്കാനാണ്. ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഒന്ന് ഇളക്കി നോക്കുക. ഈ ദോശൻ്റെ പരിവായിക്കണോ എന്നുള്ളത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിന്നായിട്ട് ഉണ്ടാക്കേണ്ട ദോശയാണ്. കട്ടിയൊന്നും പാടില്ല കേട്ടോ. നമ്മളെ മുട്ട യൂസ് ചെയ്യുന്നത് അതിനാണ്. പാന് ഒരു എന്താ പറയുക, ഓവർ ചൂട് പാടില്ല. ചെറിയ ചൂടിൽ എന്ത് ചെയ്യുക, ഈ ദോശ ഒന്ന് മെല്ലെ ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. അതേപോലെ ചെറിയ ദോശ ആയിട്ടൊന്ന് പരത്തിയെടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാലും മതി കേട്ടോ. ചപ്പാത്തി ലെയർ ചപ്പാത്തി ഉണ്ടല്ലോ, എണ്ണയൊക്കെ തേച്ചിട്ട് വീണ്ടും ചപ്പാത്തി ബോൾ വെക്കുക, അങ്ങനെ ഉണ്ടാക്കണം. അതും പറ്റും. ഇപ്പോൾ ചിക്കനൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് കറക്കി ഒന്ന് ഓവറായി പോയി, വല്ലാത്ത അങ്ങോട്ട് അരിഞ്ഞു പോയി. ഇങ്ങനെ വേണ്ട, ഒന്നൊരു ഇതുണ്ടായിക്കോട്ടെ കേട്ടോ. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മാറ്റി വെക്കട്ടെ കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാധനങ്ങൾ ഉണ്ടാക്കലാണ് കേട്ടോ. ഉള്ളി വേണം, ഉള്ളി. അതേപോലെ ചപ്പ് പുതിന വേപ്പിൻ്റെ എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചാണ്ട് ചെറുതാക്കിയിട്ട്, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി, പിന്നെ മുട കലക്കിയതായിട്ടിരിക്കുന്നത്. ഒരു മുട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പീസാക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ്. വേണമെങ്കിൽ മതി, അതൊക്കെ വെച്ച് ഇങ്ങനെ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയിടുക. അതേപോലെ പച്ചമുളക് അതിൻ്റെ കൂട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് മൂടി വെക്കുക. നമ്മൾ എല്ലാത്തിലും ഉപ്പുള്ളതാണ്. ദോശയിൽ ഉപ്പുണ്ട്, അതേപോലെ ഇറച്ചിയിൽ ഉപ്പുണ്ട്. ഇനി ഒരു മസാലയ്ക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങോട്ട് വാടി വന്നോളൂ കേട്ടോ. വല്ലാതെ അങ്ങോട്ട് വാടി എന്താ പറയുക, ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. നമ്മൾ അതിനകത്ത് അരിഞ്ഞ് വെച്ച ചപ്പ് പുതിന കറിവേപ്പില ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പിരിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഉള്ളിൻ്റെ ഒപ്പം വാടുമ്പോൾ അതും ഒരു നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ നിൽക്കുന്നത് ഞാൻ ചിക്കൻ മസാലയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ ചിക്കൻ മസാലയാണ് ഇട്ടത്. വേറെ ഒരു പൊടി ഇട്ടിട്ടില്ല. ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി നൈസായി അരിഞ്ഞതാണ്. ഇപ്പം കുറച്ച് വടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കുക, വാടി ഒന്ന് ഉടഞ്ഞിക്കോന്ന്. ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടയാനൊരു പണിയാണ്. പക്ഷെ ഉടഞ്ഞാലാണ് ഒന്നും കൂടെ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. മാക്സിമം ഉടക്കാൻ നോക്കുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കി വന്ന ചപ്പ് പുതിന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ. അതാ ഞാൻ പറഞ്ഞ ബിരിയാണി മസാല അതാ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും ബിരിയാണി മസാലയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ആ മുട്ടയും പാലും മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് വലിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഈ പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നെയ്യാണ്. ഒന്ന് എല്ലായിടത്തൊന്ന് ഉരുകി എല്ലായിടത്തും വരാനാണ് കേട്ടോ. ദോശയാണ് കേട്ടോ.
ഈ ദോശ ഈ പാലിൻ്റെ മിക്സിയിൽ മുക്കുക, മുട്ടൻ്റെയും പാലിൻ്റെയും മിക്സിയിൽ മുക്കുക. നേരെ മറ്റേ ആ ഫ്രൈ പാനിലേക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ഫുള്ള് ഫില്ലായിരിക്കണം കേട്ടോ മാവ് ദോശ. അതേപോലെ തന്നെ നമ്മൾ വെക്കണ ഈ കൂട്ട് അതിൻ്റെ വല്ലാതെ പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. അതേപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്, ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എപ്പോഴും ഉണ്ടാക്കണം വിചാരിക്കും, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആ മുട്ട ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ലെയർ കഴിഞ്ഞതിന് ശേഷം വെച്ച് കൊടുക്കുക. ചില ദോശ പൊട്ടി പോകുന്നുണ്ട്, അത് ഒഴിവാക്കിയിട്ട് വേറെ ദോശ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളും ദോശയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ പാലിൻ്റെയും ആ മുട്ടൻ്റെയും മിക്സിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ആ സൈഡിലൊക്കെ ആവുന്ന രൂപത്തിൽ. പിന്നെ ഗ്യാസ്മക്ക് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു പോകം വെന്ത് കിട്ടും. പിന്നെ ആവി പോവാതിരിക്കാനാണ് ഞാനൊരു കറുകപ്പട്ടൻ്റെ ആ ഒരു ഹോളിൻ്റെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ എനിക്ക് പ്രയാസമായ കാരണം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ തട്ടിലേക്ക് ഇട്ടിട്ടാണ് ഇത് മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തെ ചെറിയൊരു പാനിൽ ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അധികം നേരം വേവിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ സംഭവം റെഡിയായി. ഇത്ര സിമ്പിളാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ. പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ വീട്ടിൽ. അതിൻ്റെ കൂടെ ഒരു ചായ, നല്ലൊരു പാൽ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. ഞാൻ മുറിച്ച് നോക്കട്ടെ, ഇപ്പോഴത്തെ ലെയർ കാണിച്ചു തരണ്ടേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഫ്ലോപ്പായിട്ടില്ല, അടിപൊളിയുണ്ട്. പിന്നെ ഗോതമ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. ലെയറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.